ഗുഡ് മോർണിംഗ്. ഇത് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ സാറ്റർഡേ നൈറ്റ് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ കരിഞ്ചീരകവും നമ്മുടെ സാദാ ജീരകവും കൂടെ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ഹാഫ് ചെറുനാരങ്ങ നീരും നമ്മുടെ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കുടിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. എനിക്കിഷ്ടപ്പെട്ടില്ല, കാരണം കരിഞ്ചീരകത്തിന് ചെറിയൊരു കശപ്പുണ്ട്. പക്ഷേ ഹെൽത്ത് ബെനിഫിറ്റ് ആലോചിച്ചിട്ട് അങ്ങ് കുടിക്കുന്നതേ ഉള്ളൂ. കരിഞ്ചീരകം ബെസ്റ്റാണ് ബോഡിക്ക്. അങ്ങനെ അതങ്ങ് കുടിച്ച് തീർത്ത് വന്നിട്ട് 1 അവർ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, അപ്പവും തലേന്നത്തെ ചിക്കൻ കറിയും പിന്നെ മുട്ട ചമ്മന്തി ആയിരുന്നു കേട്ടോ. മുട്ട ചമ്മന്തി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ചമ്മന്തി അരച്ചിട്ട് അതിൽ മുട്ട ബോയിൽ ചെയ്തിടുമ്പോഴത്തേക്കും മുട്ട ചമ്മന്തി. അപ്പോൾ അതുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഈവനിങ് ചക്കി UAE വരുന്നുണ്ടായിരുന്നു. അപ്പം ചക്കി എന്ന് പറഞ്ഞാൽ ചിക്കു ചേച്ചിയാണ്, വല്യമ്മയുടെ മോളാണ്. അപ്പോൾ ചേച്ചി ഒരു 10-15 ദിവസത്തെ ലീവിന് എമർജൻസി ആയിട്ട് വന്നതാണ്. കാരണം വല്യമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വന്നതാണ്. ചെവി വേദനയായിട്ട് അത് കുറഞ്ഞില്ല. അപ്പോൾ വല്യമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഒരു 3-4 ദിവസത്തേക്ക്. അപ്പം ചേച്ചി നേരത്തെ ഇങ്ങ് പോകുന്നു. അല്ലാതെ ആനുവൽ ലീവിന് മാർച്ച് ഏപ്രിൽ വരാൻ വേണ്ടി ഇരുന്നതാണ്. ബട്ട് വല്യമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് നേരത്തെ പോന്നു. അങ്ങനെ ചേച്ചി ഞങ്ങൾ പിക്ക് ചെയ്ത് നേരെ കൊണ്ട് ഹോസ്പിറ്റലിലാക്കി കേട്ടോ ചേച്ചീനെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്ത പരിപാടിയാണ് ഞാൻ ഇത്. അപ്പം ഇന്ന് ഇൻസ്റ്റയിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് വൈറലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വെറുതെ പൈസ കളയണ്ട. ഇത് മാത്രം മതി, ഇത്രയും സാധനം മാത്രം. ഞാനൊരു 6-7 നെല്ലിക്കയും 2 ക്യാരറ്റ്, ഒരു ഹാഫ് ബീട്രൂട്ട്, പിന്നെ ഒരു വലിയ കൈപ്പിടി കറിവേപ്പിലയും, പിന്നെ 2 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചങ്ങോട്ട് എടുക്കണം. പക്ഷേ ഞാനെടുത്ത ജാറ് ശരിയായിട്ടുണ്ടായിരുന്നില്ല, അതിൽ ഇട്ടിട്ട് അരയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി എടുത്തിട്ടൊക്കെ അരച്ച് നോക്കി, എന്നിട്ടൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ വേറെ ജാറെടുത്ത് കേട്ടോ. അപ്പോൾ അത് അമ്മ പറഞ്ഞു ഇതിലങ്ങോട്ട് അരയില്ല, വേറെ ജാറെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വേറെ ജാറൊക്കെ എടുത്ത് അതിലിട്ട് അരച്ചപ്പോൾ നല്ലവണ്ണം പേസ്റ്റായിട്ട് കിട്ടിയ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചായിരുന്നു കേട്ടോ. കാരണം അല്ലാണ്ട് ഇതുപോലെ പേസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. 1/4 ഗ്ലാസ് മാത്രം. എന്നിട്ട് അരിച്ചതൊന്നുമില്ല, അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഐസ് ട്രേ ഉണ്ടല്ലോ, അതിൽ ഓരോ ക്യൂബിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ ക്യൂബായിട്ട് എടുക്കാം. അപ്പോൾ ഇതെനിക്കും അമ്മയ്ക്കും കൂടെ ഏതാണ്ട് ഒരു 2 ആഴ്ചത്തോളം ഉണ്ട് കേട്ടോ. ഞാൻ 2 ട്രേയിലാണ് ആക്കിയത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി എങ്ങനെയാണെന്നുള്ളൊരു 1 മന്തെങ്കിലും കുടിച്ചാലേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും കുടിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, see you.